back to my YouTube channel, our family. അപ്പോൾ ഗൈസ് ഇൻട്രോയിൽ നിങ്ങൾ കണ്ടത് എൻ്റെ ആൻറ്റീനെയാണ്. എന്നിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ മുളങ്കാട്ടിക്കാണ്. ഞങ്ങളുടെ ചെങ്ങാലൂർ അടുത്താണ് മുളങ്കാട്, ഒരു 15 മിനിറ്റൊക്കെ ഉള്ളൂ. ഞങ്ങളിപ്പോൾ പതുക്കേനിങ്ങനെ കഴിച്ചൊക്കെ കണ്ട് പോയിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ പിടിച്ച് എത്താൻ. എന്നിട്ട് മുളങ്കാട്ടിക്ക് ഞങ്ങൾ ഇറങ്ങിയില്ല, അതൊരു വിഷമമായി ഞങ്ങൾക്ക്. ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഇറങ്ങാമെന്ന് വെച്ചു, പക്ഷേ തിരിച്ച് വന്നത് വേറെ വഴിയാണ്. അപ്പം മുളങ്കാട്ടിക്ക് ഇറങ്ങാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. പക്ഷെ പോകുന്ന വഴിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ചുറ്റിലും 2 സൈഡിലും മരങ്ങളായിട്ട് നടുവിൽ മാത്രം പുഴയായിട്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ റബ്ബറായിരുന്നു കേട്ടോ. 2 സൈഡിലും റബ്ബറുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഗൈസ് എനിക്ക് ഭയങ്കര വിഷമമായി. എൻ്റെ ഫോണിൽ മുളങ്കാട്ടിലത്തെ ഒരു വീഡിയോയും ഒരു ഫോട്ടോയും ഇല്ല. ഇതിലൊക്കെ ഞാൻ കണ്ണി കണ്ടതെടുത്ത് വെച്ചേക്കാൻ എനിക്ക് ഭയങ്കര വിഷമമായി. ഇവിടെ എത്തിയപ്പോൾ അന്യർക്ക് പ്രവേശനമില്ല. ഇതെൻ്റെ അമ്മാമ്മയാണ് ഗൈസ്, ഇതെൻ്റെ ആൻറ്റിയാണ് ഗൈസ്. അയ്യോ, ഇതാണ് മാമൻ ഗൈസ്, ഇതെൻ്റെ അമ്മ ഗൈസ്, ഇതെൻ്റെ ഉണ്ണി. നമ്മൾ ഫസ്റ്റ് വെച്ചാലത് ഗൈസ് ഇവിടെ നല്ല ഒഴുക്കുണ്ട്, പക്ഷേ താഴ്ച കുറവാണ് കേട്ടോ. ഗൈസ് കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ മരത്തിൻ്റെ മുകളിലേക്ക് ഉണ്ട്. എന്നിട്ട് ഗൈസ് ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഗൈസ് അവിടെ നിന്ന് ട്രാവലർകാരൊക്കെ വരുന്നുണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴാണ് അതറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് കടക്കാൻ അവിടെ നിന്ന് ഞങ്ങൾ കടക്കാനുണ്ട്. അപ്പോൾ ഗൈസ് ഋഷിക അതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ അവർ തിരിച്ച് പോയിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നടക്കാൻ പറ്റി. പിന്നെ ഇതിലേക്കൂടെ നടക്കുമ്പോൾ നല്ല പേടിയാവും. പിന്നെ നിലത്ത് നോക്കി നടക്കണം കേട്ടോ. ഞാൻ നിലത്ത് നോക്കിയല്ല നടന്നേ. നമ്മൾ പോവുകയാണ്. ഇല്ല, നേരെ ആയിരിക്കും പോവുക. അപ്പം മുളങ്കാട് കാണാൻ പറ്റില്ല, അതൊരു സാഡാണ്. ചിലപ്പോൾ മുളങ്കാട്ടി പോവില്ല ഗൈസ്. ഗൈസ് ഇത് ഭയങ്കര എനിക്കിഷ്ടമായി. ഭാഗത്തോടെ ഒരു ടൈമിൽ പോകാനിങ്ങനെ അമ്മ പറയണ അപ്പുറത്ത് പാറമടയാണെന്ന് തോന്നുന്നു. കാര്യം മരത്തിൻ്റെ ഇടയിൽ കൂടെ വെളിച്ചം വരുന്നുണ്ട്, അപ്പോൾ പാറമടയാണെന്ന് തോന്നുന്നുണ്ട് അമ്മനൊക്കെ പറഞ്ഞു. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ മലയുടെ ഇങ്ങനെ കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ഇത് വെച്ചേക്കണം, ഓരോ ചെടി ഇങ്ങനെ വെച്ചേക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി. ഞാൻ വീഡിയോ എടുത്തു. അപ്പുറത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ സൈഡിൽ കൂടെ പുഴ ഒഴുകി വരുന്നുണ്ടായിരുന്നു. ഞാൻ കുറേ വീഡിയോ എടുത്തു, അതൊന്നും കാണാനില്ല. അപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് 7 മിനിറ്റുള്ള വീഡിയോ. പിന്നെ ഗൈസ് ഇവിടെ കൂടുതലും റബ്ബർ കൾട്ടിവേഷനാണ്. ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഹൈലൈൻഡിൽ റബ്ബർ അങ്ങനത്തെയൊക്കെയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ടൈമിൽ ആകാശത്ത് നല്ല പിങ്ക് കളറായിരുന്നു. ഗൈസ് കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്, ഈ ഒരു ഭാഗമൊക്കെ നല്ല. അപ്പോൾ ഞങ്ങൾ പോവാണ്. അതിൻ്റെ മുകളിലൊരു സ്ഥലം കണ്ടോ, ഞാനത് കാണിക്കാൻ വേണ്ടി നോക്കുകയാണ്. അവിടെ ഒരു വീടുണ്ട് ഗൈസ്, അവിടെ ഞാൻ നിന്നുണ്ട്. ഒരു പണ്ടത്തെ ബ്രിട്ടീഷ് ബംഗ്ലാവാണ്. ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ബാത്ത് ടബൊക്കെ ഉണ്ട് ഗൈസ്. ഇപ്പോൾ അവിടെ മാനേജർ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് പോകാറുണ്ട് ട്രിപ്പൊക്കെ. പിന്നെ ഇവിടെ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ സൗണ്ട് എന്ന് പറഞ്ഞ് അവിടെ തയ്ക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ വേറൊരു വീട്ടിൽ വന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് പോകുമ്പോൾ നല്ല രസമുണ്ട് ഗൈസ്. ഇവിടുത്തെ വീടുകളൊക്കെ നല്ല രസമാണ്. പിന്നെ ഒരു മല കണ്ടു ഞാൻ. അവനിങ്ങനെ മാപ്പൊക്കെ ഇട്ട് പോവാണ്. അപ്പോൾ ഗൈസ് എനിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട്. കാര്യം ഞാൻ എടുത്ത ഒരു വീഡിയോസും ഇല്ല. ഞാൻ ഇടണമെന്ന് വിചാരിച്ച കുറേ വീഡിയോസ് ഇല്ല അതിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞങ്ങൾ കുറേ കറങ്ങി കേട്ടോ. ഫുഡൊന്നും കഴിച്ചില്ല, കാര്യം വീട്ടിലെത്തിയിട്ട് അൽഫാമുണ്ട് ഗൈസ്.
അൽഫാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കണം ഇതായിട്ടാണ്. അവിടെ ഇങ്ങനെ ചിക്കൻ വറക്കാനുണ്ട് കേട്ടോ, ഓവനിൽ വെച്ചിട്ട് ഞങ്ങൾ വറക്കും. അതിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കാം. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ആക്രാന്തായിട്ട് തിന്നാൻ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നല്ല വ്യൂ ആയിരുന്നു, നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ. ഞങ്ങളെല്ലാവരും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ട്രിപ്പിൽ. എന്നിട്ട് ഞങ്ങൾ ഇനിയും പോവാണ്, കുറേ ദൂരമുണ്ട്. ഇതാണ് കോഴി ഫാക്ടറി. ഇവിടെ കുറേ കോഴിയുണ്ട്. ആ ഭാഗത്തേക്ക് എത്തിയപ്പോൾ അതിന് മണമൊക്കെ ഉണ്ടായിരുന്നു, നല്ലതായിട്ട് മണം ഉണ്ടായിരുന്നു. നല്ല വലിയ കോഴി ഫാക്ടറി ആയിരുന്നു. ഞങ്ങൾ സഡനായി എടുത്ത പ്ലാനാണ് കേട്ടോ ഇങ്ങനെ ട്രിപ്പൊക്കെ ജസ്റ്റ് പോകാമെന്ന്. ഇപ്പോൾ ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല. ഇത് റംബൂട്ടാനാണ്. ഇവിടെ നിറച്ച് റംബൂട്ടാൻ്റെ ചെടികളുണ്ട്, പക്ഷെ റംബൂട്ടാനൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് അധികം ദൂരമുണ്ട്. ഞങ്ങൾ വന്ന വഴി പോയാൽ മതി എന്ന് മാമൻ പറഞ്ഞു. പക്ഷേ മണ്ടത്തരം കാണിച്ചിട്ട് ഞങ്ങൾ ഈ വഴിയാണ് വന്നത്. അപ്പോൾ ഇതെന്തോ ഒരു സ്ഥലമാണ്, എനിക്കറിയില്ല. ഇത് പാറമണലങ്ങാണ്ട് പൊടിച്ച് വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു, അതിനെങ്ങാണ്ട് പറഞ്ഞേ. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഇങ്ങനെ പോവാണ്. ഞങ്ങളൊരു മണ്ടത്തരം കാണിച്ചിട്ടാണ് കേട്ടോ ഈ വഴി വന്നേ. മറ്റേ വഴിയാണ് പോകണമെന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് എടുക്കാം, പെട്ടെന്ന് വീടെത്തും. പിന്നെ ഈ വഴി പോയപ്പോൾ നല്ല വ്യൂകളൊക്കെ കണ്ടു. അവിടെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാം, ബട്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. ഇവിടെ എത്തിയപ്പോൾ ഒരു പാടം കണ്ടു, നല്ല രസമുണ്ടായിരുന്നു ഇതും. പക്ഷേ ഞങ്ങൾക്ക് മറ്റേതാണ് കൂടുതൽ ഇഷ്ടമായി, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ അപ്പോൾ ഇത് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ അതിൻ്റെ പാടം ഇങ്ങനെ ചുറ്റും റൗണ്ടടിച്ചു. അങ്ങനെയായിരുന്നു ഇത് വഴി ഉണ്ടായിരുന്നേ ഇങ്ങനെ വന്നിട്ട്. അപ്പോൾ അവിടെ നിന്ന് കണ്ടപ്പോഴേ ഭയങ്കര ഒരു അവിടെ നിന്ന് ഇങ്ങനെ വെളിച്ചടിച്ചിട്ട് നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. നേരിട്ട് കാണുമ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല. എന്നിട്ട് ഞാൻ പിന്നെ ഗൈസ് ഇത് അമ്മ അവിടെ നിന്നപ്പോൾ എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തു കൊടുത്തതാണ്. പിന്നെ ഇത് ആൻറ്റിയുടെയും ഋഷികയുടെയും ആണ്. ഇത് ഞാനും ഋഷികയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അമ്മ എടുത്തതാണ് കേട്ടോ ഈ ഫോട്ടോ. ഞാൻ നോക്കി ചിരിച്ചത് അമ്മേനെ കണ്ടപ്പോൾ, അമ്മ എടുക്കണ കണ്ടപ്പോൾ ഞാൻ ചിരിച്ചതാണ്. ഇത് രണ്ടും അമ്മയുടെയും മോളുടെയാണ് കേട്ടോ. എൻ്റെ ഒപ്പൊന്നും അമ്മ നിന്ന് എടുത്തില്ല. ഇതെൻ്റെ ഫോട്ടോ. ഇത് ഒരെണ്ണം മാത്രമേ എനിക്ക് എടുത്തന്നുള്ളൂ. പിന്നെ മാമൻ്റെ ആൻറ്റിയുടെയാണ്. ഋഷികയുടെ ഒപ്പം നിന്നിട്ട് 3 ഫോട്ടോ എടുത്തു. ഋഷികയുടെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ അവർ രണ്ടാളും നിന്നിട്ട് ഫോട്ടോ എടുത്തു. ഇത് ഞാനെടുത്തതാണ് കേട്ടോ. നേരത്തെ ഋഷികയുടെ ഒപ്പം നിന്നത് അമ്മ എടുത്തതാണ്. ഇതിലേതാണ് ഇഷ്ടമായെന്ന് നിങ്ങൾ പറയണേ. പിന്നെ ഇത് വന്നപ്പോൾ ആ സ്ഥലത്തുണ്ടായിരുന്ന ഒരു ക്ലൈമറ്റ് ഇതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് ഞാൻ പറഞ്ഞ അൽഫാം ഉണ്ടാക്കിയെന്ന്. അപ്പോൾ ഋഷികയാണ് ഇത് ഫോട്ടോ ഒക്കെ എടുത്തേ. പിന്നെ ഗൈസ് ഒരു സിനിമ ഇട്ടു, ഇതാണ് ചിക്കൻ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ.